ഏവരെയും മറ്റൊരു വിഷയത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വൺസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഡിയർ ഫ്രണ്ട്സ്, പടച്ചവൻ മനുഷ്യരാശിയെ സൃഷ്ടിച്ചത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ പലപ്പോഴും മനുഷ്യൻ അവൻ്റെ ജീവിത ലക്ഷ്യം മറന്ന് പിശാചിൻ്റെ പിടിയിൽ അകപ്പെടുകയും പാപങ്ങൾ കൊണ്ട് അവൻ്റെ കരങ്ങൾ പങ്കിലമാക്കുകയും ചെയ്യുന്നു. എന്നാൽ അല്ലാഹു തആല അവൻ്റെ കാരുണ്യം ലഭിച്ചവർക്ക് അവൻ തൗബ കൊണ്ട് അവരുടെ തിന്മകൾ കഴുകിക്കളയാൻ അവൻ തന്നെ അവർക്ക് അവസരമൊരുക്കുകയും ചെയ്യുന്നു. ഫ്രണ്ട്സ്, പടച്ചവൻ ഒരുപാട് കാര്യങ്ങൾ തൻ്റെ അടിമകളുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതിൽ വളരെ ഗൗരവമേറിയ തെറ്റുകളാണ് സബഉൽ മൂബിഖാത്ത് അഥവാ 7 വൻപാപങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടതും വളരെ അപകടകരവുമായ ഒരു തിന്മ തന്നെയാണ് സിഹർ അഥവാ മാരണം. ഒരുപക്ഷെ കൊലപാതകത്തെക്കാളും ക്രൂരമാണത്. കാരണം കൊലപാതക കുറ്റം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും കൊലപാതകയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാനും നിലവിലുള്ള നിയമ സംവിധാനങ്ങളിലൂടെ സാധ്യമാകാറുണ്ട്. എന്നാൽ സിഹർ തീർക്കുന്നവനെ ശിക്ഷ വിധിക്കാൻ ഇവിടെ ഒരു നിയമവ്യവസ്ഥയുമില്ല. സോ അത് ചെയ്യുന്നവൻ ഏത് അറ്റം വരെയും പോയി ഒരാളെ എന്തും ചെയ്യാൻ തയ്യാറാകുന്നു. ഒരു സാഹിറിനെ, മാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സിഹർ എഫക്റ്റീവ്ലി വർക്കാകുന്നതിന് വേണ്ടി അവൻ പ്രവർത്തിക്കുന്ന കുറെ നിന്ദ്യമായ ചെയ്തികളുണ്ട്. പിശാചുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനാണ് അത്തരം മോശം പ്രവൃത്തികളിൽ അവൻ നിരന്തരം വ്യാപൃതനാകുന്നത്. എക്സാമ്പിൾ, നജസിൽ സ്ഥിരമായി കഴിയുക, ജനാബത്തിൽ നിന്നും ശുദ്ധിയാക്കാതെ ദിവസങ്ങളോളം കഴിയുക, ഇബാദത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, അവിഹിത ബന്ധങ്ങൾ നടത്തുക, സഹസൃഷ്ടികളോടുള്ള അനുകമ്പ പൂർണ്ണമായും വെടിയുക തുടങ്ങിയവയൊക്കെ അതിൽ ചിലത് മാത്രമാണ്. അവരുടെ സിഹർ അഥവാ മാരണം വളരെ എഫക്റ്റീവ്ലി വർക്കാകാൻ ഇതൊക്കെ വളരെ അത്യന്താപേക്ഷിതമാണ്. ഫ്രണ്ട്സ്, എല്ലാ മേഖലയിലും മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ തന്നെ സിഹറിൻ്റെ മേഖലയിലും ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു അതിശയോക്തി കലർത്തി പറയപ്പെടുന്ന കാര്യമല്ല, മറിച്ച് ഇതൊരു ഫാക്റ്റാണ്. പഴയ കാലഘട്ടങ്ങളിൽ സിഹർ ചെയ്യപ്പെട്ടിരുന്നത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട പല പല പ്രോപ്പർട്ടീസിലായിരുന്നു. എന്നാൽ ഇന്ന് അതേ മാരണം മറ്റു പല രീതികളിലുമാണ് ചെയ്യപ്പെടുന്നത്. എത്ര തന്നെ സാഹചര്യങ്ങളുണ്ടോ അത്രയും തന്നെ രീതികളും മാർഗങ്ങളും ഉണ്ടെന്ന് നാം മനസ്സിലാക്കുക. ഇന്ന് എല്ലാവരും ഒരു വെർച്വൽ ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയിരിക്കുകയാണ്. സോ സിഹർ ചെയ്യപ്പെടുന്നതിനും അത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എക്സാമ്പിൾ, പണ്ട് കാലങ്ങളിൽ ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലുമൊക്കെയാണ് ഇവയൊക്കെ തന്ത്രപൂർവ്വം നടപ്പിലാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് ആർക്കും ആരെയും ഭക്ഷിപ്പിക്കുന്നതിനോ കഴിക്കാനോ ഒന്നുമുള്ള ടൈമോ ഇൻട്രസ്റ്റോ ഇല്ല. ആയതുകൊണ്ട് തന്നെ ഇന്ന് സിഹറുകൾ തീർക്കപ്പെടുന്നത് പലപ്പോഴും ഒരു വ്യക്തിയുടെ ഫോട്ടോ അല്ലെങ്കിൽ കമ്പനി നെയിം അതുപോലെയുള്ള വസ്തുക്കളിലാണ്. സോ ഓൺലൈനായി തന്നെ പണം കൊടുക്കപ്പെടുകയും ഓൺലൈനായി തന്നെ സിഹർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓൺലൈനായി പിക്ചറുകൾ കൈമാറ്റം ചെയ്യപ്പെടുകയും അതിൻ്റെ റിസൾട്ട് ഓൺലൈനായി തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു. ഡു യു നോ, സംടൈംസ് മൊബൈൽ വോയിസ് മെസ്സേജിൽ പോലും സിഹറിൻ്റെ വചനങ്ങൾ സ്പെൽ ചെയ്യപ്പെടുകയും അത് സെൻഡ് ചെയ്യുകയും അത്തരത്തിൽ സിഹർ തീർക്കപ്പെടുകയും ചെയ്യാറുണ്ട്. ഇതൊരു വസ്തുത തന്നെയാണ്. പടച്ചവൻ നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇതുപോലെ തന്നെ പലരും പറയുന്ന വിഷയമാണ് വീട്ടിലോ സ്ഥാപനങ്ങളിലോ ഒക്കെ ബ്ലഡ് കാണപ്പെടുന്നു എന്നുള്ളത്. ഇതും സിഹറിൻ്റെ ഒരു വിഭാഗമാണ്. അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിലായി സംസാരിക്കാം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ പടച്ചവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നന്നായി വുളൂ ചെയ്ത് 2 റക്അത്ത് നമസ്കരിക്കുക. ശേഷം സൂറത്തുൽ ഫാത്തിഹ 7 തവണ പാരായണം ചെയ്യുക. ആയത്തുൽ കുർസി 3 തവണയും സൂറത്തുൽ നാസും സൂറത്തുൽ ഫലഖും 7 വീതം ഓതുകയും ശരീരത്തിൽ ഓതുകയും ചെയ്യുക. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഇതുപോലെ ഓതി മന്ത്രിച്ചൂതുകയും ശേഷം ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ആ ബ്ലഡിനെ ശുദ്ധിയാക്കുക, ആ സ്ഥലം വൃത്തിയാക്കിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ
ഒരു കാരണവശാലും നമ്മൾ ആ ബ്ലഡിനെ മറികടക്കുകയോ അതിനെ ചവിട്ടാനോ ഉള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. പുറകുവശത്ത് നിന്നും അതിലേക്ക് വെള്ളമൊഴിച്ച് മുന്നിലേക്ക് അതിനെ വൃത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും അതിനെ ചവിട്ടാനോ മറികടക്കാനോ ഇടവരുത്തരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സാഹിരീങ്ങളുടെയും ലാഇനീങ്ങളുടെയും കണ്ണേറുകാരുടെയും ഒക്കെ ഉപദ്രവത്തിൽ നിന്നും നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ദുആയിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ദിസ് ഈസ് യുവർ ചാനൽ റംലെ മദീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും.